ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ +1 ഫിസിക്സ് പബ്ലിക് എക്സാമുമായി ബന്ധപ്പെട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിനെ ഫുള്ളി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഒറ്റ വീഡിയോയിൽ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും മക്കളെ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? 100% ഗ്യാരണ്ടി പറയുകയാണ്, ഷുവർലി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ ടോപ്പിക്സും ക്വസ്റ്റ്യൻസും റയർ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഷുവർലി ഞാൻ പറയുകയാണ്, ഇനി എന്ത് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ പോലും ഇതിൽ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സെറ്റാക്കിയിട്ടുള്ളത്. 100% ഗ്യാരണ്ടി, ഷുവർലി നിങ്ങൾക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഇനി ഓരോ ചാപ്റ്ററും ഇതുപോലെ സെറ്റാക്കിയാണ് മക്കൾ. നിങ്ങൾ ഇതുപോലെ ഈ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആ സ്റ്റഡി ഗ്രൂപ്പിൽ ഞാൻ ഈ ഒരു ഷോർട്ട് നോട്ട്സും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തുക. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഷുവർലി നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ കുട്ടികൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് വീഡിയോ സെറ്റാക്കി തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം കളയേണ്ട, പെട്ടെന്ന് നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലേക്ക് പോകാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്ന് ഒരു ആവറേജ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഏകദേശം ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്ന് വരും. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്താൽ മതി. ഓക്കെ, എനിവേ നമ്മൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പറഞ്ഞു പോകാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ആദ്യം നോക്കേണ്ടത്. ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട കാര്യമല്ല. എനിവേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ന് വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതൊരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട കാര്യമല്ല. ദെൻ ടൈപ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്കറിയാം. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. പെട്ടെന്ന് പറഞ്ഞു വേണ്ട ഒരു ഔട്ട്ലൈൻ കൂടി. ഞാൻ പറഞ്ഞില്ല, എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എന്ത് റയർ വന്നു കഴിഞ്ഞാലും ഇതിൽ ലോക്കാക്കിയിട്ടുണ്ടാവണം. ഓക്കെ, ലോക്കാക്കി തന്നിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അതും കൂടി ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സംബന്ധിച്ച് ഇതുവരെയുള്ള ഒരു +1 ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ ക്വാണ്ടിറ്റിൻ്റെ ഡെഫിനിഷൻ ഒന്നും ചോദിക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ മക്കളെ, +2 കണ്ടിട്ടുള്ള ഡിലീറ്റ് ടോപ്പിക്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വിവാദങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഡിലീറ്റിൽ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് മാത്രം പഠിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതൊന്നും കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടി ആ ടോപ്പിക്സൊക്കെ നിർബന്ധമായിട്ടും പഠിക്കുക. അതുപോലെ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും 5 അല്ലെങ്കിൽ 6 ചിലപ്പോൾ വന്നേക്കാം. സുഖമായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. 4 to 6 എന്നാണ് പറയുക. ഓക്കെ, ആവറേജ് 5 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ, അതിൽ നമുക്ക് വരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റൊരു ടൈപ്പാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ക്വാണ്ടിറ്റീസൊക്കെ നമ്മൾ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്യാൻ എക്സാമ്പിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം. ഫോഴ്സ്, വെലോസിറ്റി, ഏരിയ, വോളിയം, ഇതൊക്കെ നമ്മുടെ എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ്? ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ദ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡിന് വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി 2 ടൈപ്സ് ഉണ്ട്. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആസ് വെൽ ആസ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിറൈവ് ചെയ്യാൻ പറയുന്നത് എക്സാമിനെ സംബന്ധിച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു സീനില്ല. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഡിഫറൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം CGS ഉണ്ട്. നമുക്ക് ജസ്റ്റ് പറഞ്ഞു വേണം. CGS യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ FPS യൂണിറ്റ് ഉണ്ട്, MKS യൂണിറ്റ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കുക. ഓക്കെ, ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അതെല്ലാം വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തോ, പ്രശ്നമില്ല. എനിക്ക് നോട്ട്സ് വേണമെങ്കിൽ ഷുവർലി നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ചോദിച്ചോ, അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ആക്കണം അക്കാദമിക്കലി. ദെൻ ഈ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആളല്ലേ മക്കളെ നമ്മുടെ ഏത് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്ന ഇവൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് അല്ലേ. ഈ 7 ആൾക്കാർ ഇത് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും അവരുടെ അതുപോലെ തന്നെ സപ്ലിമെൻ്ററി യൂണിറ്റ്സും. ഇത് പ്രീവിയസ് പല പ്രാവശ്യം ചോദിച്ച കാര്യമാണ്. ലെങ്ത്ത്, ഫണ്ടമെൻ്റലി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ലെങ്ത്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരാളുടെ യൂണിറ്റ്, ലെങ്ത്തിന് യൂണിറ്റ് മീറ്റർ ആണ്, സിമ്പൽ M ആണ്. കിലോഗ്രാം ആണ് മാസിൻ്റെ യൂണിറ്റ്, kg ആണ് സിമ്പൽ. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, S ആണ് സിമ്പൽ. ആംബിയർ ആണ് കറണ്ടിൻ്റെ യൂണിറ്റ്, A ആണ് സിമ്പൽ. ഓക്കെ, അതുപോലെ ടെമ്പറേച്ചർ കെൽവിൻ ആണ്, K ആണ് സിമ്പൽ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളാണ്. ഓക്കെ, മോളാണ് സിമ്പൽ. MOL ആണ് കേട്ടോ സിമ്പൽ. ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില, CD ആണ് സിമ്പൽ. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാലോ. ഇത് പബ്ലിക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് മീൻസ് വളരെ സിമ്പിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് അടിച്ചോട്ടെ എന്ന് വിചാരിച്ച് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ സംഭവം. ഓക്കെ ആണോ? അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മക്കളെ
സപ്ലിമെൻ്ററി യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ഉള്ളത്? 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആണുള്ളത്. ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലോ എന്ത് ചെയ്യാം, മെല്ലെ സ്പീഡൊക്കെ കുറച്ച് പോസ് ചെയ്ത് കണ്ടാൽ മതി. കാരണം ഇത് അത്ര ലെങ്തിയാണ്, അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് പണിയാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി. ഓക്കെ, വേണ്ടടുത്ത് ഞാൻ സ്ലോ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇതുവരെ കഴിഞ്ഞടുത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ഏതാ? ആ ഫണ്ടമെൻ്റൽ 7 ഫണ്ടമെൻ്റലും അതുപോലെ തന്നെ ഈ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ഏതൊക്കെ മക്കളെ? പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിളുടെ യൂണിറ്റ് റേഡിയൻ ആണ്, റാഡാണ് സിമ്പിളായിട്ട് വരുന്നത് അല്ലേ. സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആണെങ്കിലോ സ്റ്റീറേഡിയൻ, SR ആണ് സിമ്പിളായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഈ 2 കാര്യങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലെയിൻ ആംഗിളുടെ ഫിഗറൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമല്ല. പ്ലെയിൻ ആംഗിൾ അതിൻ്റെ ഇക്വേഷനൊക്കെ ഒന്ന് പറ്റുമെങ്കിലും ഒന്ന് നോക്കി വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഫുൾ മാർക്ക് വേണ്ട കുട്ടികൾക്ക് ഇത് എന്ത് ചെയ്യണം, നിർബന്ധമാണ്. ആ ഡി തീറ്റ ഈക്വൽ DS/R ആണ്. ആ ഒരു കേസ് പ്ലെയിൻ ആംഗിളുടെ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ സോളിഡ് ആംഗിളുടെ കേസ് ഒന്ന് ഇക്വേഷനായി DΩ ഈക്വൽ DA/R². അധികം സ്ട്രെസ് ചെയ്യേണ്ടതില്ല. ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ലാർജ് ഡിസ്റ്റൻസ്. ചില കുട്ടികൾ ഇത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, കുറേ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീഡിയോയിൽ ഇമ്പോർട്ടൻറ്റ് മാത്രമല്ല, ഇമ്പോർട്ടൻറ്റ് കൂടുതൽ സ്ട്രെസ് ചെയ്യണം ഞാൻ പറയുന്നുണ്ട്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് എല്ലാം പഠിച്ച കുട്ടിയാണ് മക്കളെ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം. കാരണം ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ വെറുതെ ഒരു വിവാദം നിൽക്കണ്ട, അധികം സ്ട്രെസ് ചെയ്യേണ്ട കാര്യമല്ല. ബട്ട് ഇതിൽ നിന്നും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം. കാരണം ഡിലീറ്റ് വരുന്ന ഒരു ആശങ്കയുള്ള വെറുതെ ഒരു നിങ്ങൾ നാക്കണ്ട. ഓക്കെ, ഇതിൽ ഡിലീറ്റ് പോകുന്നതല്ല, എന്തിനാ ഇത് പഠിക്കുന്നത്? നിങ്ങൾ വേണ്ടാത്തൊരു പഠിക്കണ്ട, വേണ്ടവരൊന്ന് നോക്കിക്കോ. ഞാൻ ഫുൾ മാർക്കിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു വേർഡിനെ ഉപയോഗിക്കും, ഫുൾ മാർക്കിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് കിട്ടും, ഒരു ഡൗട്ടും ഇല്ല. 100% ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ +2 കണ്ടോ? ഓക്കെ, അവരോട് ചോദിച്ചോ. ആ ഒരു വീഡിയോസ് അവിടെ കണ്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കോ, ഒരു പ്രശ്നമില്ല. നിങ്ങളെ സംബന്ധിച്ച് അത് കുറച്ചും കൂടി ഇൻഡയറക്റ്റ് വരും, ഒരു ഡൗട്ടുമില്ല. +1 നല്ല ഇൻഡയറക്റ്റ് വരും. ബട്ട് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് തന്നെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർലി നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഫുൾ ചാപ്റ്റേഴ്സ് ഇതുപോലെ ചെറിയ സമയം കൊണ്ട് ചെയ്യും. കുറേ ടൈമൊന്നുമില്ല, ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഇൻഡയറക്റ്റ് വന്നു കഴിഞ്ഞാലും ഏത് ലെവൽ വന്നു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, നിങ്ങളുടെ സജഷൻസ് ഉണ്ടാവണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവണം, നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് പ്രീവിയസ് വന്നിട്ടുണ്ട്, ഇപ്പോൾ ട്രെൻഡിങ്ങിലല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വരാറില്ല. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ യൂണിറ്റ്സ്, ലാർജസ്റ്റ് യൂണിറ്റ്സുകളാണ് മക്കളെ ഏതൊക്കെ? ലൈറ്റ് ഇയർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതുപോലെ തന്നെ പാർ സെക്കൻഡ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ലൈറ്റ് ഇയർ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വാക്വം ഇൻ 1 ഇയർ. ഒരു വർഷം പ്രകാശം വാക്വത്തിൽ കൂടി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനാണ് മക്കൾ എന്ത് വിളിക്കുന്നത്? 1 ലൈറ്റ് ഇയർ, പ്രകാശ വർഷം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ മക്കളെ ഈ ഒരു വാല്യൂ ഒന്ന് പഠിച്ചു വെക്കുക. ഒരു ലൈറ്റ് ഇയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് പഠിച്ചു വെക്കുക. 9.4673 × 10⁻15 മീറ്റർ ആണെന്ന് പറയുന്ന ഈ ഒരു വാല്യൂ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ പോലും ആ വാല്യൂ ഒന്ന് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പവർ ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ആ ഫുൾ മാർക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻറ്റ് പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ സംബന്ധിച്ച് അത് മാത്രം പറയേണ്ട ആവശ്യമില്ല. എനിക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ചെറിയ സമയം കൊണ്ട് ഇത് പറയാം. ഞാൻ പറഞ്ഞത് റെയർ ആണെന്ന് ഞാൻ പറഞ്ഞു, ആ വേർഡ് ഞാൻ ഉപയോഗിച്ചു. റെയർ ആയിക്കോട്ടെ, സമയമുള്ള ആൾക്കാരത് നോക്കണം. കാരണം +1 ഉം +2 തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. +1 എന്നാണ് കഴിഞ്ഞ പഠിച്ച ക്വസ്റ്റ്യൻ എടുത്ത് നോക്ക്. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പ് പബ്ലിക്കിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് അല്ല, പബ്ലിക്കിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് മക്കളെ. ഇൻഡയറക്റ്റുകളുടെ ആഹ്റാട്ടാണ്. കുറേ ഇൻഡയറക്റ്റ്, എല്ലാം ഇൻഡയറക്റ്റ് ഒന്നും അല്ല പറയുന്നത്. ഫുൾ മാർക്ക് കിടിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. ഓക്കെ, ബട്ട് ഇതൊക്കെ കവർ ചെയ്ത കുട്ടിക്ക് ഫുൾ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ആൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രീവിയസ് ആണ് പക്ഷേ റിപ്പീറ്റ് അല്ല. ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്ര മീറ്റർ ആണ്? ഈ വാല്യൂ ഒന്ന് പഠിച്ചു വെക്കാം. 1.496 × 10⁻11 മീറ്റർ ആണ്. 10⁻11 ആണ്, മറ്റാൾ 10⁻15 മീറ്റർ ആയിരുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കുക. ലൈറ്റ് ഇയർ എന്താണ്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു യൂണിറ്റാണ് മക്കളെ പാർ സെക്കൻഡ് കേട്ടോ. പാർ സെക്കൻഡിന് ഒഴിവാക്കല്ലേ, പാർ സെക്കൻഡ് അധികം സ്ട്രെസ് ചെയ്യേണ്ട. ബട്ട് ഈ ഒരു വാല്യൂ ഒന്ന് പഠിച്ചു നോക്കുക. 3.08 × 10⁻16 മീറ്റർ ആണ്. എന്നിട്ട് ഈ ഒരു നോട്ട്, ഓക്കെ, ഇത് എൻ്റെ നോട്ടിൽ എങ്ങനെ സെറ്റാക്കി വെച്ചാണ് 1 പാർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ 3 യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ ലെങ്തി ആയിട്ടുള്ള യൂണിറ്റ് ഏതാണ്? ലാർജസ്റ്റ് യൂണിറ്റ് ഏതാണ്? പാർ സെക്കൻഡാണ്. അത് കഴിഞ്ഞാലാണ് ലൈറ്റ് ഇയർ, അത് കഴിഞ്ഞാലാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു റിലേഷൻ കൂടി പഠിക്കുക. ഓക്കെ, ആരാണ് വലുത്, ആരാണ് ചെറുത്, ആ 3 വാല്യൂസ് അറിയാം, അവരുടെ
ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഇൻഡയറക്റ്റ് ആക്കുകയാണെങ്കിൽ കുറച്ച് ടഫ് ആക്കുകയാണെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അതാണ്. നിങ്ങൾ സ്ഥിരം ഡയമെൻഷണൽ ഫോർമുലാസും കാര്യങ്ങളും അതൊക്കെ എനിക്കറിയാം, ഡയമെൻഷണൽ ഫോർമുലാസ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിലും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഡയമെൻഷണൽ ഫോർമുലയിൽ എവിടെ വരെ പോകാം, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതും അത് തന്നെയാണ് മക്കളെ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഡയമെൻഷണൽ ഫോർമുലാസിനെ കാണാം. എന്താണ് ഡയമെൻഷണൽ ഫോർമുല? അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ വിച്ച് ഷോസ് ദ റിലേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് നമ്മൾ നോർമലുള്ള ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ റിലേഷൻ്റെ കാണിക്കുന്ന ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡയമെൻഷണൽ ഫോർമുല ഓർ ഡയമെൻഷൻസ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഡയമെൻഷൻസ് മക്കൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഞാനത് എടുത്ത് പറയുന്നില്ല, നോട്ട് നിങ്ങൾക്ക് വേണം കൊടുക്കാം. വേണ്ട ഷുവേർഡിൽ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ ഞാൻ എന്ത് ചെയ്യില്ല, ഷെയർ ചെയ്യാൻ നിൽക്കില്ല. ഓക്കെ, നിങ്ങൾക്കിത് വേണമെങ്കിൽ എല്ലാവരും ഡയമെൻഷൻ പഠിച്ചിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയമെൻഷൻ പഠിച്ചിട്ടുണ്ടാവണം മക്കളെ. ഫുൾ മാർക്ക് വേണ്ട കുട്ടികളാണ് നിർബന്ധമായിട്ട് ഈ ഡയമെൻഷൻസ് പഠിച്ചിട്ടുണ്ടാവണം. ഒരു ടേബിളിൽ ഈ ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് എനർജി, പവർ, മൊമെൻറ്റം, ഇമ്പൾസ്, ഇവരുടെ ഡയമെൻഷൻസ്. ഇതൊക്കെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യാം. വെലോസിറ്റി ഗ്രേഡിൻ്റെയൊക്കെ ചോദിച്ചാൽ തീർന്ന് അല്ലേ. സർഫേസ് ടെൻഷനൊക്കെ നോക്കിയിട്ട് സ്പെസിഫിക് ഹീറ്റൊന്നും അധികം ഹൈലൈറ്റ് ചെയ്യില്ല. ഇതൊക്കെ നമുക്ക് തെർമലിൻ്റെ ആ സമയത്ത് വീഡിയോ ചെയ്യുമ്പോൾ വേണം ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, അത് റയർ സാധനങ്ങളുണ്ട്. സ്ട്രെയിൻ, ഇതൊക്കെ നോർമലി ചോദിക്കുന്നതാണ്, എപ്പോഴും ചോദിക്കുക. ഫോഴ്സ്, പവർ, മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ, ടോർക്ക്, ആംഗുലാർ മൊമെൻറ്റ്, ഇതൊക്കെ എല്ലാ കുട്ടികളും പഠിച്ചാടോ, നിങ്ങൾ മാത്രമല്ല. ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻസ് നോക്കണം. അതിനെ പറഞ്ഞ് സമയം കളയുന്നില്ല. ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഒരു ഡൗട്ടും വേണ്ട, അത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി തന്നെയാണ്, എനിക്കൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പോൾ ആ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനി ഡയമെൻഷൻ എന്താണ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ dimensions of fundamental physical quantities on both sides of the equation is the same. ഇതാണ് ഇതിൻ്റെ ഷോർട്ടസ്റ്റ് ഡെഫിനിഷൻ. അതുപോലെ തന്നെ ഒരേ ഡയമെൻഷനിലുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരേ ഡയമെൻഷനിലുള്ള ആൾക്കാരെ മാത്രമേ സബ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ. ആ ഒരു കേസും കൂടെ അതിൻ്റെ കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനി. സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും മക്കൾ എപ്പോഴും. ഒരു എ പാർട്ട് ഒരു 3 മാർക്കിൻ്റെ സെഷനിലാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിനെ കാണുക. 3 അല്ലെങ്കിൽ 4, ഇപ്പോൾ ട്രെൻഡിങ്ങിൽ 3ലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എ ക്വസ്റ്റ്യൻ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബി പാർട്ട് ചെക്ക് ചെയ്യാനോ ഡിറൈവ് ചെയ്യാനോ, മിക്കവാറും ചെക്ക് ചെയ്യാനാണ് കൂടുതൽ വരിക. അതുകൊണ്ട് ഡിറൈവ് നിങ്ങൾ ഒഴിവാക്കരുത്. നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, 2 ആപ്ലിക്കേഷൻസ് ഉള്ളതല്ലേ. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ആ ഇക്വേഷൻ എന്ത് ചെയ്യണം, ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തരും, ആ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. E=mc ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കേസ് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ പറയണമെങ്കിൽ പറയാം. ഓക്കെ, നോക്കാം. E=mc എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തതാണ്. നമുക്ക് വേറെ പ്രോബ്ലംസ് വരുന്നുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കംപ്ലീറ്റ് കാണട്ടോ. പ്രോബ്ലംസ്, റെയർ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നുണ്ട്. ഞാനിപ്പോൾ ആദ്യം ഒരു സിലബസ് നമ്മളെ ചാപ്റ്ററിൻ്റെ ഔട്ട്ലൈനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ വരുന്നുണ്ട് അത്രേ. അപ്പോൾ E=mc എന്ന് പറയുന്ന മക്കളെ ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ നോക്കണ്ടേ. അപ്പോൾ ആദ്യം എന്ത് വേണം, അതിൻ്റെ LHS എടുക്കുക. LHS ആരാണ് മക്കളെ? E ആണ്. ഈ എനർജിയാണ്. അത് ക്വസ്റ്റ്യനിൽ തരൂട്ടോ. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓരോ ആൾക്കാർക്കും എന്താണ് അത്, ആരൊക്കെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നൊക്കെ ഹൈലൈറ്റ് ചെയ്യും. ബേസ് ഇക്വേഷൻ ആണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞേക്കില്ല. അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ എന്താ, ml² T⁻²-2 ആണ്. എനർജിയുടെ ഡയമെൻഷൻ എന്താണ്, ml² T⁻²-2. അതുപോലെ തന്നെ RHS ആണ്. ഇപ്പോൾ LHS എനർജിയാണ്, എനർജിയുടെ ഡയമെൻഷൻ ml² T⁻² ആണ്. ക്ലിയർ ആണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു സ്പീഡ് നിങ്ങൾക്ക് തോന്നിയേക്കാം, ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകും. ബട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാണാമല്ലോ. കാരണം ഒന്നുമില്ല മക്കളെ, ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും, അതുപോലെ തന്നെ നല്ല ലാഗ് ആവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. കുറേ കുട്ടികൾ ഇതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. ഇല്ലാത്തൊരു നിർബന്ധമായിരുന്നു, ക്ഷമിക്കുക. നിങ്ങളൊന്ന് അധികം പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ലോയിലിട്ടിട്ടോ കാണാട്ടോ, സ്പീഡ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ. ദെൻ RHS ആരാണ് മക്കളെ? ഇവിടെ MC ആണ് RHS. M എന്ന് പറഞ്ഞാൽ മാസാണ്, അതിൻ്റെ ഡയമെൻഷൻ M തന്നെ. C എന്ന് പറഞ്ഞത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, അതിൻ്റെ ഡയമെൻഷൻ ആരാ വരിക? LT⁻². ഇവിടെ നമുക്ക് ഇത് വേണ്ട കേട്ടോ, ഈ T⁻² റെയറാണ്. അപ്പോൾ M-ഉം LT⁻². അപ്പോൾ ഇവിടെ MLT വേണം. ഫസ്റ്റ് വൺ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം, സെക്കൻഡ് വൺ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. അല്ലെങ്കിൽ LHS-ഉം RHS-ഉം ഇവിടെ എന്താണ് വരിക? MLT-1 ആണ് വരിക. MLT-1. മറ്റാളാണെങ്കിലോ ml² T⁻². ഇക്വേഷൻ LHS-ഉം RHS-ഉം അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 എന്തല്ല, കറക്റ്റ് അല്ല. സോ ദ ഗിവൺ ഇക്വേഷൻ ഈസ് നോട്ട് ഡയമെൻഷനലി കറക്റ്റ്. അങ്ങനെ തന്നെ എഴുതണേ, നോട്ട് കറക്റ്റ് എന്നല്ല, നോട്ട് ഡയമെൻഷനലി കറക്റ്റ് എന്ന് എഴുതാൻ പറ്റണം. ക്ലിയർ ആണോടാ? ഓക്കെ അല്ലേ? അതാണ് കേട്ടോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ബാക്കി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ. ബാക്കി ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ബാക്കി റയറും ഡിഫറൻറ്റ് ഫോർമാറ്റിലെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഒക്കെ സെറ്റാക്കിയിരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേറെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നൊന്ന് ഹൈലൈറ്റ് ചെയ്ത് തീർക്കട്ടെ. ഓക്കെ ആണോ? ദെൻ അതിൽ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, അതിപ്പോൾ ട്രെൻഡിങ് അല്ല, ബട്ട് സിലബസിലുള്ള കാര്യമാണ്, ഒഴിവാക്കരുത്. എന്താണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ? ടു ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നിങ്ങൾക്ക് പല ഫിസിക്കൽ ക്വാണ്ടിറ്റി
ക്വാണ്ടിറ്റീസ് തരും, അവർ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറയുന്ന പരിപാടി. ഒരു എക്സാമ്പിൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടൈം പീരീഡിൻ്റെ സിമ്പിൾ പെൻഡുലം ഇല്ല, നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്ന ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ എന്ത് ചെയ്യണം, ഇക്വേഷൻ എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്യണം. അവിടെ നോക്കി നോക്ക്. ലെറ്റ് ദ ടൈം പീരീഡ് ടി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ലെങ്ത് എൽ, മാസ് ഓഫ് ദ ബോബ് എം ആണ്, ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് ടൈം പീരീഡ് യൂസിങ് മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ്. ഡയമെൻഷൻ, അതായത് ഡയമെൻഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി യൂസ് ചെയ്തിട്ട് നിങ്ങൾ ടൈം പീരീഡ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു കേസ് ഞാൻ അവിടെ എന്ത് ചെയ്യണം, അവർ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേണം നമുക്ക് എന്ത് ചെയ്യാം, ഒരു മോഡൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിട്ടോ. അതായത് ടി സി = 2π√L/Gയുടെ ഡെറിവേഷനാണ് മക്കൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, നമുക്ക് വേറൊരു മോഡൽ നമുക്ക് ചെയ്യാം. അത് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാട്ടോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഓക്കെ, ഇതുപോലെ ഞാൻ ഇവിടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നുണ്ട്, നിങ്ങൾ കറക്റ്റ് അത് വർക്കൗട്ട് ചെയ്യണം നോക്കണേ. ഇനി നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയിൽ നിന്നും അവർ ടഫാക്കിയാണ് ചോദിക്കാൻ പറ്റുന്നതാണ്. ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റീൻ്റെ ലിമിറ്റേഷൻസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. എല്ലാ കുട്ടികളും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യാൻ ആപ്ലിക്കേഷൻ മാത്രം പഠിച്ചിട്ട് പോകും. അപ്പോൾ ലിമിറ്റേഷൻസ് കൂടി നോക്കണേ. പണി പാളുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതും കൂടി ചോദിക്കാം. അതോടെ എന്തുണ്ട് മാക്സിമം ഇതുവരെ ആവുന്ന അവർ ചോദിക്കാൻ പറ്റുക. ഓക്കെ, അത് ലിമിറ്റേഷൻസ് എന്താ, കുറേ ലിമിറ്റേഷൻസ് ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ച് വെച്ചാൽ മതി. ഇഫ് എൻ ഇക്വേഷൻ കണ്ടെയ്ൻസ് 2 or more ടേംസ് ഇറ്റ് കനോട്ട് ബി ഡിറൈവ്ഡ് യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്. ഞാൻ പറഞ്ഞു വരും. നമ്മളൊരു എക്സാമ്പിൾ പറയാം. അതായത് V = U+AT എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ മോഷൻ സ്ട്രെയിറ്റ് ലൈനിലെ വെലോസിറ്റി ടൈം റിലേഷൻ അല്ലേ. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി യൂസ് ചെയ്തിട്ട്? പറ്റൂലല്ലോ. കാരണം എന്താ, ഇതാണ് പറഞ്ഞത്, ഇറ്റ് കനോട്ട് ബി ഡിറൈവ്ഡ് യൂസിങ് ഡയമെൻഷൻ അനാലിസിസ്. എപ്പോൾ 2 or more ടേംസ്, അതായത് ഇവിടെ U ഉണ്ട്, AT ഉണ്ട്, അത് പറ്റൂല. U മാത്രമാണെങ്കിൽ പറ്റുമായിരുന്നു, AT മാത്രമായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു. പക്ഷേ U+AT ഉണ്ടായതുകൊണ്ട് അതാണ് 2 or more ടേംസ് ഉണ്ടെങ്കിൽ അത് പറ്റില്ല. അവിടെ 2 ടേംസ് വരുന്നുണ്ട്. ക്ലിയർ ആണോ? അതാണ് അവിടെ പറഞ്ഞ കാര്യം. ദെൻ നെക്സ്റ്റ് വൺ ആണെന്ത്, എക്സ്പ്രഷൻ ഫോർ ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് നമ്പേഴ്സിൻ്റെ കേസിലൊന്നും നമ്മൾക്ക് ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഡയമെൻഷണൽ നമ്പേഴ്സ് പറയാൻ പറ്റുമോ? ഈ ഒരു ഹാഫ് mv² എന്ന് പറഞ്ഞാലും mv² എന്ന് പറഞ്ഞാലൊക്കെ ഡയമെൻഷൻ കറക്റ്റ് തന്നെയല്ലേ? ഓക്കെ, ലോഗരിതമിക്കിൻ്റെ കേസിലൊന്നും നമുക്കത് പറയാൻ പറ്റില്ല. ഡയമെൻഷൻ മാത്രമല്ല, കോൺസ്റ്റൻറ്റ് മാത്രമല്ല, എക്സ്പോണൻഷ്യൽ പറയാൻ പറ്റില്ല. ലോഗരിതമിക് ഫംഗ്ഷൻസിൻ്റെ കേസിലൊന്നും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നതിന് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് റിലേറ്റഡ് ടു മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇറ്റ്സ് റിലേഷൻ cannot be derived using dimensional analysis. ഓക്കെ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മോർ ദാൻ 3, അത് തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ കോൺസ്റ്റൻറ്റ്, അതൊക്കെ ഏതെങ്കിലും ഒരു 2 പഠിച്ചാൽ മതി. ഓക്കെ, നമ്പേഴ്സിൻ്റെ കോൺസെപ്റ്റ് ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 പോയിന്റുകൾ ലിമിറ്റേഷനിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ. ദെൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതാ? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. റൂൾസ് ഫോർ ഫൈൻഡിങ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ അല്ലേ? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അത് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ അനാലിസിസ്. പിന്നെയാണ് കേട്ടോ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 1 മാർക്കിന് എപ്പോഴും വരുന്നൊരു കാര്യമാണ്. മോഡൽ എക്സാമിന് നിങ്ങൾ കണ്ടതാണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി സപ്ലിമെൻ്ററി കൂടിയാണ് നമ്മൾ എടുത്തിന് പബ്ലിക്കിന് ചാൻസ് ഉള്ളത്. ഓക്കെ, അതിൽ റൂൾസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ്. ആ സീറോ ഇല്ലാത്ത എല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആണ്, നിങ്ങൾക്കറിയാം. പിന്നെ വരുന്ന കാര്യമാണ് ഓൾ ദ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതായത് സീറോസ് വന്നു, 2 ഏതിൻ്റെ ഇടയിൽ വന്നു എന്നാണ് പറയുന്നത്, 2 നോൺ സീറോൻ്റെ ഇടയിൽ ആര് വരുന്നു? സീറോസ് വരുന്നുണ്ട്. സീറോസ് വരുന്ന 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിൽ സീറോസ് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കിയേ. ആദ്യത്തെ എക്സാമ്പിൾ പ്രശ്നമില്ലല്ലോ. ഓക്കെ, 0 ഒന്നും ഇല്ലെങ്കിൽ കൗണ്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ എക്സാമ്പിൾ നോക്കിയേ, 1 2 3 4 5, അവിടെ 5 ആണ്. ഇവിടെ നോക്കിയേ, സീറോസ് വന്നു, 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിലാണ് 0 വന്നത്. 1ൻ്റെയും 5ൻ്റെയും ഇടയിലാണ് ആര് വന്നത്? 0 വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാ? അവർ രണ്ടാൾ കൗണ്ട് ചെയ്യണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ 1 2 3 4 ആഡ് ചെയ്യണം എന്നല്ല കേട്ടോ, കൗണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ NSF എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 4 ആണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അതാണ് ആദ്യത്തെ 2 റൂൾ കേട്ടോ. പിന്നെ 3 4 5 റൂളുകൾ എന്താ? മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ നമ്പർ ഈസ് ലെസ് ദാൻ 1, നമ്പർ 1 കുറവാണ്, ദ സീറോസ് ഓൺ
ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഡെസിമൽ പോയിന്റ് ബിഫോർ എ നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാം, അത് ഇവൻ തന്നെയാണ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ചിലപ്പോൾ ആ കോൺസെപ്റ്റ് ആ റൂള് വായിച്ചിട്ട് ചിലപ്പോൾ ക്ലിയർ ആവുന്നില്ല, എക്സാമ്പിൾ വായിച്ചാൽ ക്ലിയർ ആവും മക്കളെ. 0.0000123 നോക്കിയേ, ഇത് നമ്പർ ലെസ് ദാൻ 1 അല്ലേ, 0 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 അല്ലേ വരുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സീറോസ് റൈറ്റ് സൈഡ് ഓഫ് ഡെസിമൽ പോയിന്റ് ഇവിടെ നോക്കിയേ 0 ഡെസിമൽ പോയിന്റിൻ്റെ വലതുവശത്തുണ്ട്. ഇവരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കൗണ്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടാവുക? NSF = 3 അല്ലേ ഉണ്ടാവും, ഇവർ 3 ആളേ ഉണ്ടാവുള്ളൂ, ഈ 1 2 3 മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ അല്ലടാ. അതിൽ താഴത്ത് നോക്കിയേ 1 പോയിന്റ്. അപ്പോൾ കുറേ ആൾ ഇതുപോലെ കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എക്സാമ്പിൾ കൊടുത്ത്. ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ എക്സാമ്പിൾ ഈ റൂളിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതല്ല, കാരണം അത് 0 പോയിന്റ് അല്ല 1 പോയിന്റ്. കാരണം ഇതേപോലെ തന്നിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും, കൺഫ്യൂസ് ആയി പോകും. കാരണം ഇവിടെ 0 കൗണ്ട് ചെയ്യാതിരിക്കുന്നത് കൗണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ഇത് 1 പോയിന്റ് ആണ്, നോട്ട് 0 പോയിന്റ്. പെടും മക്കളെ. കാരണം +2 കുട്ടികളുടെ എക്സാം വളരെ സിമ്പിളായിട്ട് കുറേ ആൾക്കാർ വളരെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി. ആ +2 ഫിസിക്സിൻ്റെ ആൻസറിൻ്റെ കമൻറ്റ് നോക്കിക്കോ, സങ്കടം കൊണ്ട് കയറാം. ഓക്കെ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മക്കൾ നിങ്ങളോട് ഞാൻ പറയുന്നത്, എടുത്ത് പറയുന്നത്, +1 കുട്ടികൾ എന്ന നിലക്ക്, ഫസ്റ്റ് ഇയർ കുട്ടികൾ എന്ന നിലക്ക് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചോ മക്കൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ട്രെൻഡിലേക്ക് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കേണ്ട കാര്യമാണ് ഏത്, ഫോർ എ നമ്പർ, നാലാമത്തെ റൂൾ, ഫോർ എ നമ്പർ ഗ്രേറ്റർ ദാൻ 1 വിത്തൗട്ട് എനി ഡെസിമൽ ദ ട്രൈലിംഗ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. നമ്പർ 1നേക്കാളും കൂടുതലാണ്, അവിടെ ട്രൈലിംഗ് സീറോസ് ഉണ്ട്. ട്രൈലിംഗ് സീറോ എന്ന് അവസാനം സീറോസ് ഉണ്ട്. ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ അവരെ നിങ്ങൾ കൗണ്ട് ചെയ്യരുത്, നോട്ട് സിഗ്നിഫിക്കൻ്റ് എന്നാ. അതായത് ഇവിടെ NSF എത്രയേ ഉണ്ടാവുള്ളൂ? 3 ആണ്. ക്ലിയർ ആണോ? അവിടെ എന്തുണ്ടോ നിങ്ങൾ ചോദിച്ചോ മക്കളെ. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സ്മൈൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ നോക്കുക, അതൊക്കെ ഓരോ ഫയലുകളിൽ പ്ലേ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടോ. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല, ഒരു ഡൗട്ടും വേണ്ട. നല്ലോണം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തു മക്കളെ. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ കിടക്കുന്നത്, ഇനി നമുക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് നോക്കാട്ടോ. നിങ്ങളത് എല്ലാ സജഷനിൽ അറിയിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അന്നേരം പുതിയൊന്ന് കടന്നോട്ടെ വിചാരിച്ചിട്ടാ ഡിലീറ്റ് ഒക്കെ ഒഴിവാക്കിയിട്ടാ. ദെൻ ലാസ്റ്റ് റൂളും കൂടി നോക്കിയേ, ഫോർ എ നമ്പർ വിത്ത് എ ഡെസിമൽ ദ ട്രൈലിംഗ് സീറോസ് ആരാണ്? സിഗ്നിഫിക്കൻ്റ് ആണ് കേട്ടോ. ട്രൈലിംഗ് സീറോസ് ആർ സിഗ്നിഫിക്കൻ്റ് എന്നാണ് കേട്ടോ. ട്രൈലിംഗ് സീറോസ് ആർ സിഗ്നിഫിക്കൻ്റ്. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് ഡെസിമൽ പോയിന്റ്. ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ലല്ലോ. ഇതേ സമയം ഇവിടെ 512 പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ എന്താകുമെന്നാണ് പറയുന്നത്? അവൻ സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആകൂടാ, അവന് സിഗ്നിഫിക്കൻ്റ് ആണ്, അവനെ കൗണ്ട് ചെയ്യണടാ, ഒഴിവാക്കല്ലടാ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ, അതാണ് കേട്ടോ 5 റൂളുകൾ. അതിൻ്റെ എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യാനുള്ള അവസരം ഞാൻ തരുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞാൽ നല്ല രസമായിട്ട് ഞാൻ 100% നിങ്ങൾ ഫുൾ അടിപ്പിച്ച് തരും. 100%. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ത് പറഞ്ഞാൽ മതി, മാക്സിമം റിപ്ലൈ തരാൻ നോക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വന്ന് അവിടെ കമൻറ്റ് ബോക്സിൽ പറയാം, സാറേ വന്നില്ലല്ലോ ഇല്ലയോ എന്നുള്ള കേസ്. ഷുവർലി നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാം. ബട്ട് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുക, അത് ഉറപ്പാണ് കേട്ടോ. ഓക്കെ, കാരണം ഇത്ര ബുദ്ധിമുട്ട് ഞാൻ ചെയ്യാൻ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഈ റൂളാണ്. ഇവിടെ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻസിൽ ചെയ്യാൻ പോയാലോ? ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനാണ് പോകുന്നത്. ടോപ്പിക്സ് ഇത്ര പഠിച്ചാൽ നിങ്ങൾ ഓക്കെ ആണ്. ഇതിൽ ക്വസ്റ്റ്യൻസ് റയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനാണ്. ഓക്കെ, ഇതൊക്കെ വേറെ മോഡൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ കുറേ ഉണ്ട്, 10-11 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോയാലോ? ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയറിൻ്റെ ആ ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം എന്താ വേണ്ടത്? എൻ്റെ കൂടെ നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് വന്നോ. LHS അല്ലേ മക്കളെ? LHS ഇവിടെ ആരാ? LHS ആരാ? എസ് അല്ലേ? ഓക്കെ, സോറിടാ LHS ആരാണ്? എസ്. LHS ഈക്വൽ ടു എസ് അല്ലേ? എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതൊക്കെ ക്വസ്റ്റ്യനിൽ തരും കേട്ടോ. എസ്. ഓക്കെ, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം എസ് ആണ്. അപ്പോൾ എസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കേണ്ട. എസ്സിൻ്റെ ഡയമെൻഷൻ എന്താ? അവൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. വാട്ട് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എസ്? എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, അപ്പോൾ ഡയമെൻഷൻ എന്താ? L. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് വിളിക്കാം. ഓക്കെ ആണോ? ഓക്കെ അല്ലടാ? അപ്പോൾ LHS എസ് ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ഡയമെൻഷൻ L ആണ്. ഡയമെൻഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം മക്കളെ. അപ്പോൾ നോട്ട്സ് വേണമെങ്കിൽ ചോദിക്കട്ടോ. ഓക്കെ, ദെൻ RHSലേക്ക് നമുക്ക് പോയാലോ? ഇവിടെ നമുക്ക് എഴുതാല്ലേ RHSൽ 2 ടേമുകളുണ്ട്. അല്ലെങ്കിൽ RHS ആരാണ് നമുക്ക് ആദ്യം അങ്ങനെ തന്നെ എഴുതാം. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് വന്നാൽ ഇക്വേഷൻ നമ്പർ 1 എന്നൊക്കെ വിളിച്ചിട്ട് വാട്ടോ. അപ്പോൾ RHS ഈക്വൽ ടു ആരാണ്?
സെറ്റാണ്. ഒരു മോഡൽ ഇങ്ങനെ ശരിക്കും മനസ്സിലാക്കി തന്നെ സംഭവം സെറ്റാണ്. നമുക്ക് 2-3 മോഡലും കൂടി വരുന്നുണ്ട്. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതുപോലെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ മതിന് റയർ വന്നതിന് അവിടെ തീർന്ന്. ഓക്കെ, ഇതന്നെ വരും യു ടി. അപ്പോൾ യു ടി എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റീൻ്റെ ഡയമെൻഷൻ എന്താ LT⁻⁻1. അത് എന്ത് വെലോസിറ്റി ആയിക്കോട്ടെ. ടി എന്ന് പറഞ്ഞത് ടൈം അല്ലേ, ടൈമിൻ്റെ ഡയമെൻഷൻ എന്താ ക്യാപിറ്റൽ ടി. ഈ T⁻⁻1 ടീം ക്യാൻസൽ ചെയ്തൂടെ. അപ്പോൾ യു ടിൻ്റെ ഡയമെൻഷൻ എന്താ വരുവാടാ, യു ടിൻ്റെ ഡയമെൻഷൻ എന്താ L അല്ലേ വരുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കട്ടെ. അപ്പോൾ RHSൽ ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. RHSൽ ഒരുത്തനെ കിട്ടി, L ആണെന്ന് കിട്ടി. ദെൻ RHSൽ മറ്റവനുണ്ട്, അതാരാ, RHSൽ ഒരുത്തൻ കൂടിയുണ്ട്. RHSലുള്ള അടുത്ത ആളാരാണ്, ഹാഫ് എ ടി സ്ക്വയർ ആണ് അല്ലേ. ഹാഫിൻ്റെ ഡയമെൻഷൻ ഉണ്ടാ ഇല്ല, അത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. അതിലടാ പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റീൻ്റെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ ഉണ്ട്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്താ LT⁻². പിന്നെ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്താ ടി സ്ക്വയർ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്തൂടെ. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടൂടാ, L കിട്ടൂലേ. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 1 നോക്കിയേ. ഇക്വേഷൻ നമ്പർ 1 ആരാണ്, L-നെ കുറിച്ചാണ് പറയുന്നത്. ഇക്വേഷൻ നമ്പർ 2 ആരാണ്, L-നെ കുറിച്ചാണ് പറയുന്നത്. ഇക്വേഷൻ നമ്പർ 3 ആരാണ്, L-നെ കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞു വരുന്നത് ഇക്വേഷൻ നമ്പർ 1 ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 3 അല്ലേ. സോ ദ ഗിവൺ ഡയമെൻഷൻ എന്തായിരിക്കും, സോ ദ ഗിവൺ ഇക്വേഷൻ എന്തായിരിക്കും മക്കളെ, ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. അങ്ങനെ തന്നെ എഴുതണേ. ഡയമെൻഷനലി എന്താണ്, കറക്റ്റാണ്. ക്ലിയർ ആണോ, ഓക്കെ അല്ലടാ. അതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. എന്താണ് നിങ്ങൾ ചോദിച്ചോടാ, നിങ്ങൾ ചോദിച്ചു എന്തുണ്ട് ചോദിച്ചാൽ മടി കാണിക്കണ്ട കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് പ്രാവശ്യം എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്നു അല്ലേ. ഹാഫ് mv² ഈക്വൽ ടു ആരാണ്, MGH ആണെന്ന് തന്നു. കറക്റ്റാണ് അല്ലയോ എന്ന് ചോദിച്ച് മടുക്കുന്ന കാര്യമാണ്. ഇതേ സമയം ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ഇടയിൽ പറയാൻ ആഗ്രഹിക്കും. ചിലപ്പോൾ ഈ ഹാഫ് തരൂല. MV അങ്ങനെ ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലേലിസ്റ്റ് നോക്കിയിട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്. അവിടെ 2011 മുതലുള്ള പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ MV² MGH ചോദിച്ചിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ എന്തിനാ ചെക്ക് ചെയ്യുന്നു പറഞ്ഞു. എന്നിട്ട് ബി പാർട്ട് എന്താ ചോദിക്കുന്നത് അറിയോ, ആ ഇക്വേഷൻ എക്സാക്റ്റ് ഇക്വേഷൻ ആണോ, അത് വെച്ച് നമുക്ക് എക്സാക്റ്റ് ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ, ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് എക്സാക്റ്റ് ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം MV² MGH കറക്റ്റ് തന്നെ കിട്ടും. പക്ഷേ ഹാഫ് MV² അല്ലേ ശരിക്കും MGH. ആ ഹാഫ് ഇല്ലെങ്കിൽ പോലും അത് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത്, ഒരു ഇക്വേഷൻ നമുക്ക് എക്സാക്റ്റ് ഇക്വേഷൻ ആണ് അല്ലെ എക്സാക്ട്ലി ഇക്വേഷൻ ആണെന്നോ കറക്റ്റ് ആണെന്ന് പറയാനുള്ള അധികാരം നമ്മൾക്കില്ല. നമ്മൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്നോ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി റോങ് എന്ന് പറയാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? അങ്ങനത്തെ സാധനം പെടുത്താൻ നോക്കും, പെടാൻ പാടില്ല. അതാണ് നമുക്ക് നിങ്ങൾക്ക് ഈ ചാനൽ കണ്ടു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ്. ഞാൻ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ പറയുക. അല്ലാണ്ട് ഇമ്പോർട്ടൻറ്റ് പറഞ്ഞ് അത് മാത്രം പറഞ്ഞ് ബാക്കിയുള്ള ക്ലാസ്സുകളിൽ പറയാമെന്നൊക്കെ പറഞ്ഞു പോകുന്ന പരിപാടിയില്ല. നിങ്ങൾക്ക് റയർ സാധനങ്ങൾ, ഓക്കെ, കോൺസെപ്ച്വൽ റയർ ക്വസ്റ്റ്യൻസ്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ്റെ മോഡലുകൾ, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് ഷുവർലി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് ആണ് നോക്കുക. ഇവിടെ ഹാഫ് MV² ഈക്വൽ ടു ആരാണ്, MGH എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാഫ് MV² ഈക്വൽ MGH ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം LHS എടുക്കുക. ഇവിടുത്തെ LHS എന്താ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്തു വന്നു. ഇവിടുത്തെ LHS എന്താ മക്കളെ, ഹാഫ് MV² അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹാഫ് MV² ഡയമെൻഷൻ, ഹാഫ് MV²ൻ്റെ ഡയമെൻഷൻ. ഹാഫ് MV² ഡയമെൻഷൻ എന്താ, ഹാഫിൻ്റെ ഡയമെൻഷൻ ഇല്ല. എമ്മിന് ഡയമെൻഷൻ ഉണ്ട്. എമ്മിൻ്റെ ഡയമെൻഷൻ എന്താ, ക്യാപിറ്റൽ M. വിൻ്റെ ഡയമെൻഷൻ ഉണ്ട്. വിൻ്റെ ഡയമെൻഷൻ എന്താ, വിൻ്റെ ഡയമെൻഷൻ എന്താണ്, അത് പഠിച്ചിട്ടുണ്ടാണ് മക്കളെ. അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. LT⁻⁻1. അപ്പോൾ വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്താ, LT⁻1ൻ്റെ സ്ക്വയറിനെ ഡയറക്റ്റ് എഴുതുന്നുണ്ടോ, L² T⁻2 അല്ലേ. ഇക്വേഷൻ നമ്പർ 2 അല്ലേ. ക്ലിയർ ആണോടാ, ക്ലിയർ അല്ലേ. മാസിൻ്റെ ഡയമെൻഷൻ കൊടുത്തു, V² ഡയമെൻഷൻ കൊടുത്തു. വിൻ്റെ ഡയമെൻഷൻ ആണെങ്കിൽ LT⁻1, V² ആയതുകൊണ്ട് L² T⁻2. ക്ലിയർ ആണോ? അപ്പോൾ LHS കിട്ടി. നെക്സ്റ്റ് നമുക്ക് ആരാ ഉള്ളത്, RHS ആരാ, MGH ആണല്ലേ. RHS ആരാണ്, MGH കേട്ടോ. ഓക്കെ, MGH. എമ്മിൻ്റെ ഡയമെൻഷൻ എന്താണ്, ക്യാപിറ്റൽ M. ജീൻ്റെ ഡയമെൻഷൻ എന്താ, ആക്സിലറേഷൻ ആവട്ടെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആവട്ടെ, LT⁻². ഹൈറ്റിൻ്റെ ഡയമെൻഷൻ എന്താ, അത് നമ്മൾ റേഡിയസ്, ഹൈറ്റ്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ L-ൽ പെടുന്നതാണ്. അപ്പോൾ M ഇൻറ്റു L ഇൻറ്റു L എന്താ, L². അപ്പോൾ ഇവിടെ ആര് വരും, M ഇൻറ്റു L² T⁻². ദിസ് ഈസ് ടേക്കൺ ആസ് അവർ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ML² T⁻²നെ കുറിച്ചല്ലേ പറയുന്നത്. ഇക്വേഷൻ നമ്പർ 2 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഇക്വേഷൻ നമ്പർ 2 എന്തിനെ കുറിച്ചാണ് പറയുന്നത്,
ഒറ്റ മിനിറ്റോ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ml² t - 2. ഇക്വേഷൻ നമ്പർ 2 എന്താണ്? ml² t - 2 അല്ലേ പറഞ്ഞു വരുന്നത്. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കറക്റ്റ് അല്ലടാ. സോ ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി എന്താണ്? കറക്റ്റ് തന്നെയായിരുന്നു. ക്ലിയർ ആണോ? അപ്പോൾ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് mv² = mj ചെയ്യാൻ പറ്റൂലേ? നിങ്ങൾ മോഡലിൽ ചെയ്തിട്ടുണ്ടാവും. തൊട്ടുമ്പ് പറഞ്ഞാൽ എക്സൈറ്റിൻ്റെ കാര്യം കൂടെ നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം മക്കളെ. ദെൻ മൂന്നാമതൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ആഡ് ചെയ്യണം. എന്ത് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യും? നമുക്ക് റൂട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്താലോ? t is equal to എല്ലാം ഒരേ ഫോർമാറ്റ് ചെയ്യരുത്. ഒരേ ഫോർമാറ്റ്. ആദ്യം നമ്മൾ രണ്ട് ടേം വരുന്നത് is equal ut plus half t² ചെയ്തു. പിന്നെ നമ്മൾ സ്ഥിരം ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി നമുക്ക് റൂട്ട് വരുന്നത് ചെയ്താലോ? എപ്പോഴും ചോദ്യം പ്രീവിയസ് ആണ് റിപ്പീറ്റ് ആണ്. t is equal to ആര്? 2π√of L/g. ഇവിടെ LHS ആരാണ്? t is equal to 2π√of L/g ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ LHS ആരാ? ടൈം അല്ലേ? ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ T തന്നെയല്ലേ? ഇക്വേഷൻ നമ്പർ 1 വേണം ഇങ്ങനെ ചെയ്യാം. ഒരു മിനിറ്റ് റൂട്ട് വരുമ്പോൾ നമുക്ക് വേണം ഇങ്ങനെ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആ റൂട്ട് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തൊന്ന് സ്ക്വയർ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ടീൻ്റെ സ്ക്വയർ ചെയ്തിട്ട് എന്ത് കിട്ടുന്നു? t² കിട്ടുന്നു. 2ൻ്റെ സ്ക്വയർ 2π√of L/g ആണല്ലോ. 2π√of L/g ആണല്ലോ. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എന്താ? 4. പൈൻ്റെ സ്ക്വയർ എന്താ? π². റൂട്ട് L/gൻ്റെ സ്ക്വയർ എന്താ? L/g. ഞാനിപ്പോൾ എന്തിനാ സ്ക്വയർ ചെയ്ത്? അങ്ങനെ റൂളുണ്ടോ? ഒരു റൂളും ഇല്ല. ഇപ്പോൾ ചെയ്ത് എന്തിനു വേണ്ടി മാത്രമാണ്? ആ റൂട്ട് ഒന്ന് കളയാൻ വേണ്ടി മാത്രമാണ്. ഇനി നമ്മൾക്ക് LHS എടുക്കാം. ഇനി നമ്മൾ LHS ആരായിട്ട് വരുന്നു? LHS ആരാണ്? t² ആണ്. LHS ആരാണ്? t². അപ്പോൾ t² ഡയമെൻഷൻ എന്താ? t² തന്നെ. ഇക്വേഷൻ നമ്പർ 1 ഈ സ്പീഡിൽ പറഞ്ഞിട്ട് അത്രത്തോളം ലെങ്ത് ഇനിയും ആവും. കാരണം അത്രത്തോളം കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടും മക്കൾ. ഈ ഒരു വീഡിയോ ഉണ്ട് 100% യൂണിസമേഷൻ. ഇങ്ങനെ ഓരോ വീഡിയോ നമുക്ക് ഓരോ ചാപ്റ്ററും ചെയ്യാം കേട്ടോ. RHS ആരാണ്? RHS ആരാ വരിക? 4π² L/g അല്ലേ? പക്ഷേ ഞാൻ അവിടെ 4π² എടുക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. കാരണം കോൺസ്റ്റൻ്റ് അല്ലടാ. പിന്നെ എടുത്ത് സമയം കളയണം വേണ്ട. അപ്പോൾ L/g മാത്രം എടുക്കുക. എല്ലിൻ്റെ ഡയമെൻഷൻ എന്താ? അല്ലെങ്കിൽ L/g. ഇപ്പോൾ LHS t² ഡയമെൻഷൻ കിട്ടി. L/gൻ്റെ ഡയമെൻഷൻ എന്താ? എല്ലിൻ്റെ ഡയമെൻഷൻ എന്താ? L. ജീൻ്റെ ഡയമെൻഷൻ എന്താ? ഗ്രാവിറ്റിൻ്റെ ഡയമെൻഷൻ എന്താടാ? L/t⁻². L ക്യാൻസൽ. അപ്പോൾ താഴെ ആരുണ്ട്? 1/t⁻² ഉണ്ട്. എടുത്ത് മുകളിലേക്ക് ഇട്ടാൽ എന്ത് വരും? t² അല്ലേ വരിക. ഇവനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചൂടെ? അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 t², ഇക്വേഷൻ നമ്പർ 2ഉം t². ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ഈക്വൽ ടു ആരാണ്? ഇക്വേഷൻ നമ്പർ 2 അല്ലേ? ഇക്വേഷൻ നമ്പർ 1 ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2. സോ ദ ഗിവൺ ഇക്വേഷൻ ഈസ് എന്തെന്നെയാണ്? ഡയമെൻഷനലി കറക്റ്റ് ആണ്. അങ്ങനെ തന്നെ എഴുതണേ. സോ ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഇൻ കേസ് റോങ് ആയിരുന്നുവെങ്കിൽ ഡയമെൻഷനലി റോങ്, അല്ലെങ്കിൽ ഡയമെൻഷനലി നോട്ട് കറക്റ്റ് എന്ന് എഴുതിക്കോ. ക്ലിയർ അല്ലടാ? അതാണ് കേട്ടോ നമ്മൾ ആ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി എന്താണ് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ? നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നാലാമത്തെ ക്വസ്റ്റ്യൻ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, നമുക്ക് വൈറ്റ് യൂസ് ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എക്സ് ഇസ് ഈക്വൽ ടു വേറൊരു മോഡൽ കേട്ടോ. സെയിം ചെക്ക് ചെയ്യാൻ മാത്രം പഠിച്ചിട്ട് പോവരുത്. അതാണ് ഈ ചാനൽ. ഞാൻ പറയാം, എൻ്റെ ചാനൽ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം ഇതാ. നമുക്ക് വേറൊരു മോഡൽ നിങ്ങൾക്ക് അറിയുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടി. എക്സ് ഈക്വൽ ടു a+bt + ct² എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് എക്സിനുള്ളത്. അങ്ങനെയാണ് എക്സ് മീറ്ററിലാണ്, ടി സെക്കൻഡിലാണെങ്കിൽ വാട്ട് ആർ ദ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് എ, ബി ആൻഡ് സി. ഈ 3 ആൾക്കാരും ഡയമെൻഷൻ എന്താണ് നമുക്ക് തന്നത്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് വേണം? നമ്മൾ നോർമലുള്ള കുട്ടികൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പഠിച്ചിടും. പണി പാള് കൂട്ടാം. ഓക്കെ, അങ്ങനെ വന്ന പ്രശ്നമില്ല. ഇൻഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്പെഷ്യലി + 1 ആയതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണേ. എക്സ് ഇസ് ഈക്വൽ ടു ആരാണ്? a+bt + ct² എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. അപ്പോൾ എക്സ് മീറ്ററിലാണെന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? എക്സ് ഈക്വൽ a+bt + ct² ആണ്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? ഇവിടെ എങ്ങനെയാണ് നമ്മളിത് ചെയ്യുക? ഈ ഫോർമാറ്റിൽ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും യൂണിറ്റും ഡയമെൻഷനും കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു a+bt + ct² ആണെങ്കിൽ തൊട്ട് മുമ്പ് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരേ ഡയമെൻഷനിൽ ആൾക്കാർ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. അതിന് മീനിങ് എന്താ? ഇത്രയേ ഉള്ളൂ. എക്സിൻ്റെ ഡയമെൻഷൻ ആരുടെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും? എൻ്റെ ഡയമെൻഷന്. എക്സിൻ്റെ ഡയമെൻഷൻ ആർക്കും ഈക്വൽ ആയിരിക്കും? BTക്ക് ഈക്വൽ ആയിരിക്കണം. മനസ്സിലായോ? എൻ്റെ ഡയമെൻഷൻ എക്സിൻ്റെ ഡയമെൻഷൻ, BTൻ്റെ ഡയമെൻഷൻ എക്സിൻ്റെ ഡയമെൻഷൻ, ct² ഡയമെൻഷൻ എന്ത് തന്നെയാണ്? എക്സിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഇത് വേഗം ഇക്വേറ്റ് ചെയ്യുക. ഓരോ ടേം RHSലെ ഓരോ ടേമിനെയും എന്തിലേക്ക് ഇക്വേറ്റ് ചെയ്യുക? LHSലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് കിട്ടിയില്ലേ? എൻ്റെ ഡയമെൻഷൻ എന്താണ്? എൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? എൻ്റെ ഡയമെൻഷൻ ആരുടെ ഡയമെൻഷനാണ്? എക്സിൻ്റെ ഡയമെൻഷൻ ആയിരിക്കൂലേ? എൻ്റെ ഡയമെൻഷൻ ആരായിരിക്കും?
അപ്പോൾ എൻ്റെ ഡയമെൻഷൻ ആരുടെ ഡയമെൻഷൻ ആയിരിക്കും മക്കളെ? എക്സിൻ്റെ ഡയമെൻഷൻ ആയിരിക്കില്ല. എൻ്റെ ഡയമെൻഷൻ എക്സിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന മീറ്ററല്ല. അങ്ങനെയാണെങ്കിൽ ഓൻ്റെ ഡയമെൻഷൻ എന്താ? എൽ അല്ലേ? അപ്പോൾ എൻ്റെ ഡയമെൻഷൻ എക്സിൻ്റെ ഡയമെൻഷൻ എന്താ? എല്ലാണ്. അപ്പോൾ അത് കിട്ടി. അപ്പോൾ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. അത് ശ്രദ്ധിക്കണം കേട്ടോ. കുറേ ആൾ ഡയമെൻഷൻ മാത്രം ഇത് മാർക്ക് വരില്ല. ഇതാണ് +2 കുട്ടികൾ. കുറേ ആൾ ഇത് ഫുള്ള് അറിയുക, പഠിച്ചിട്ട് വന്ന് എഴുതാൻ പറ്റാതെ എക്സാം വന്ന് പുറത്ത് വന്ന് പിന്നീട് ആൻസർ കീ കാണുമ്പോൾ സങ്കടപ്പെടാനാക്കല്ല മക്കൾ നിങ്ങൾ. ഓക്കെ, അത് പറഞ്ഞ് കുറേ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കല്ല. ദയവ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യ്. ഓക്കെ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യ്. ഓക്കെ, എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കട്ടോ. ഓക്കെ, ടൈമിനനുസരിച്ച് ചെയ്ത് തീർക്കാനുള്ള പരിപാടികളൊക്കെ നിങ്ങൾ നോക്കട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ബി ടിൻ്റെ ഡയമെൻഷൻ എന്തിൻ്റെ ഡയമെൻഷൻ ആണെന്ന് പറഞ്ഞാൽ? എക്സ്. അല്ലാണ്ട് ബീൻ്റെ ഡയമെൻഷൻ അല്ല, ബി ടിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ബി ടിൻ്റെ ഡയമെൻഷൻ എക്സിൻ്റെ ഡയമെൻഷൻ ഈക്വൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ബി ടി അതിൽ സെക്കൻഡിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടീൻ്റെ ഡയമെൻഷൻ എന്താ? ക്യാപിറ്റൽ ടി അല്ലേ? ടീൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി. എക്സിൻ്റെ ഡയമെൻഷൻ എന്താ? മീറ്റർ ആയതുകൊണ്ട് എൽ. അപ്പോൾ ബി ടി ഈക്വൽ ടു എൽ എന്ന് കൊടുത്തൂടെ? ബീൻ്റെ ഡയമെൻഷൻ കേട്ടോ. ബി ടി ഈസ് ഈക്വൽ ടു എൽ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? കുറച്ച് സൈസിൽ എഴുതിയാണ് കേട്ടോ അത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആര് വരും? നമ്മൾക്ക് ബീൻ്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു ടി അപ്പുറത്തേക്ക് പോയി, അവിടെ എല്ലുണ്ട്, L/T എന്നല്ലേ വരിക? അപ്പോൾ ബി ഈസ് ഈക്വൽ ടു ആരാ? L/T. അല്ലെങ്കിൽ എൽ ഇൻറ്റു ആര് വരും? എൽ ഇൻറ്റു T⁻⁻1 അല്ലേ മുകളിലേക്ക് എടുക്കുമ്പോൾ? അപ്പോൾ ബീൻ്റെ ഡയമെൻഷൻ എന്താ? LT-1. അല്ലെങ്കിൽ യൂണിറ്റ് എന്താ? MS⁻⁻1 അല്ലെങ്കിൽ മീറ്റർ/സെക്കൻഡ് അല്ലേ? ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ബി ടിൻ്റെ ഡയമെൻഷനിൽ നമുക്ക് മനസ്സിലാക്കി. ബി ടിൻ്റെ ഡയമെൻഷനാണ് ആരുടെ ഡയമെൻഷൻ ആവുക? എക്സിൻ്റെ ഡയമെൻഷൻ ആവുക, അല്ലാതെ ബീൻ്റെ ഡയമെൻഷൻ അല്ല. ബട്ട് എ ഒറ്റക്കായതുകൊണ്ട് എൻ്റെ ഡയമെൻഷൻ തന്നെ വരുന്നുണ്ട്. ഇനി ആരാ ഉള്ളത്? നെക്സ്റ്റ് ആര് കൂടിയുണ്ട്? CT². അപ്പോൾ CT² ഡയമെൻഷൻ നമുക്ക് നോക്കാം. CT² ഡയമെൻഷൻ എന്തിലേക്ക് ഇക്വേറ്റ് ചെയ്യണം? നമുക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ CT² ഡയമെൻഷൻ എന്തിലേക്ക് ഇക്വേറ്റ് ചെയ്യണം? നമ്മൾ എക്സിലേക്ക് ഇക്വേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ CT² ഡയമെൻഷനാണ് എക്സിൻ്റെ ഡയമെൻഷൻ. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സീൻ്റെ ഡയമെൻഷൻ T² ഡയമെൻഷൻ എന്താ? അത് ക്യാപിറ്റൽ T². എക്സിൻ്റെ ഡയമെൻഷൻ എന്താ? അത് എൽ. അങ്ങനെയാണെങ്കിൽ സീൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ഈ T² അപ്പുറത്തേക്ക് എടുത്താൽ L/T² അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ എഴുതട്ടാ, LT⁻² അല്ലേ? ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പോൾ LT⁻² ആണ് ആരുടെ ഡയമെൻഷൻ? സീൻ്റെ ഡയമെൻഷൻ. അല്ലെങ്കിൽ യൂണിറ്റും ചോദിക്കുന്നുണ്ടല്ലോ, MS⁻² അല്ലേ? അല്ലെങ്കിൽ മീറ്റർ/സെക്കൻഡ്² അല്ലേ? ക്ലിയർ ആണോ? ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഫോർമാറ്റിൽ ചെയ്യേണ്ടത്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി യൂസ് ചെയ്തിട്ട്. ക്ലിയർ ആണോ? അടുത്തതിലേക്ക് പോയാലോ? നെക്സ്റ്റ് മോഡലിലേക്ക് നമുക്ക് പോയാലോ? നെക്സ്റ്റ് മോഡൽ ഇതാ ട്രിഗണോമെട്രി വരുന്ന ഒരു മോഡൽ. ട്രിഗണോമെട്രി വരുന്ന മോഡൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയോടാ? ട്രിഗണോമെട്രി വന്നതിനെ ചെയ്യാൻ അറിയോടാ? ഓക്കെ, ട്രിഗണോമെട്രി വന്ന മോഡൽ എന്താണ്? ട്രിഗണോമെട്രി ഇത് ലെവൽ മാറി. അതാണ് നമ്മൾ നല്ല ലെവൽ വന്ന ട്രിഗണോമെട്രി വരും. ഓക്കെ, നോർമൽ ഒരു ബോർഡ് എക്സാമിൽ ഇതൊന്നും വരാറില്ല. ബട്ട് നമ്മൾ ഞാൻ പറയും ഫുൾ മാർക്കിന് വേണ്ടിയുള്ള കുട്ടികൾ ഇത് പഠിച്ചിട്ടുണ്ടാവണം. ഞാൻ പഠിപ്പിച്ച എല്ലാ കുട്ടികൾക്കും ഇങ്ങനത്തെ മോഡൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സ് ഈസ് ഈക്വൽ A sin of ω(t+c) എന്നാണ് പറയുന്നത്. വേർ എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ടി ടൈമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് എ, ഒമേഗ ആൻഡ് സി? എയുടെയും ഒമേഗയുടെയും സിയുടെയും ഡയമെൻഷൻ നമുക്കൊന്ന് ആ ഇക്വേഷൻ ഒന്ന് ആദ്യം എടുത്ത് എഴുതാലോ. എന്നിട്ട് ഞാൻ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ആ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ട്രിഗണോമെട്രി ഏത് മോഡൽ നിങ്ങൾക്ക് നൈസായിട്ട് ചെയ്യടാ. എക്സ് ഈസ് ഈക്വൽ A sin of ω(t+c) അല്ലേ? അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓക്കെ, ഇവിടെ LHS അതായിരിക്കും. പക്ഷേ നേരത്തെ പറഞ്ഞ ഇവിടെ ട്രിഗണോമെട്രി വന്നതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് എങ്ങനെ ചെയ്യും ചോദിച്ചാൽ കൺഫ്യൂഷൻ ആവണ്ട, ടെൻഷൻ അടിക്കണ്ട. ഇതെന്താ വേണ്ടതെന്നറിയോ? ഈ സൈൻ ആവട്ടെ, കോസ് ആവട്ടെ, ഈ ട്രിഗണോമെട്രി മുമ്പിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് അല്ലേ? ആംപ്ലിറ്റ്യൂഡിൻ്റെ ഡയമെൻഷൻ ആരുടെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും? നമ്മുടെ എക്സിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. ആരുടെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും? എക്സിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്ത് വരും? എൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ ഡയമെൻഷൻ ഈക്വലാണ്? എക്സിൻ്റെ ഡയമെൻഷന് ഈക്വൽ ആയിരിക്കും. എൻ്റെ ഡയമെൻഷൻ എക്സിൻ്റെ ഡയമെൻഷൻ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് എൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? എക്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് എല്ലാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ വരിക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടി എല്ലാണ്. ക്ലിയർ ആണോ? അപ്പോൾ ട്രിഗണോമെട്രീൻ്റെ കൂടിയുള്ള അയാളുടെ ഡയമെൻഷൻ LHSൻ്റെ ഡയമെൻഷനിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അത് എ കോസ് ആവട്ടെ, എ സൈൻ ആവട്ടെ, ആ സൈൻ്റെ മുമ്പിലുള്ള ആൾ അല്ലെങ്കിൽ കോസിന് മുമ്പിലുള്ള ആളുടെ ഡയമെൻഷൻ LHSൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ആ സൈൻ്റെ ഉള്ളിലുള്ള ആളുടെ ഡയമെൻഷനാണ് നോക്കേണ്ടത്. അതാണ് നല്ലോണം ഹൈലൈറ്റ് ചെയ്യേണ്ടത്. സൈൻ്റെ ഉള്ളിലുള്ള ആൾ ആരാ? ω(t+c) ആണ്. എസ് ഓർണോ? അങ്ങനെയല്ലേ? അപ്പോൾ ω(t+c) എന്ന് പറഞ്ഞാൽ സൈൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ കോസിൻ്റെ ഉള്ളിലായിക്കോട്ടെ, അത് പ്രശ്നമില്ല. സൈൻ മാത്രമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്, നേർച്ചയാക്കണ്ട. സൈൻ ആവാം, കോസ് ആവാം. ആ ട്രിഗണോമെട്രീൻ്റെ ഉള്ളിലുള്ള ആൾക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള ആൾക്ക് ടോട്ടലി ഡയമെൻഷൻ ഉണ്ടാവില്ല.
പറഞ്ഞു വരുന്ന എന്താ, ഒമേഗ ടിക്ക് എന്തുണ്ടാവില്ല, ഡയമെൻഷൻ ഉണ്ടാവില്ല. സീന് എന്തുണ്ടാവില്ല, ഡയമെൻഷൻ ഉണ്ടാവില്ല. ഒമേഗയ്ക്ക് ഡയമെൻഷൻ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സീന് ഡയമെൻഷൻ ഓക്കെ, ഒമേഗ ടിക്ക് ഡയമെൻഷൻ ഉണ്ടാവില്ല, പക്ഷേ സീന് ഡയമെൻഷൻ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വരുന്ന മനസ്സിലായോ? ആ സൈൻ്റെ ഉള്ളിലുള്ള ആൾ എന്താണ്, ഒമേഗ ടി പ്ലസ് സി ആണെങ്കിൽ അവനക്ക് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. ഒമേഗ ടിക്ക് ഒമേഗ ടി പ്ലസ് സീന് ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, ഒമേഗ ടിക്ക് ഡയമെൻഷൻ ഇല്ല, സിക്ക് ഡയമെൻഷൻ. അപ്പോൾ സിക്ക് എന്താ, സീന് എന്തില്ല, ഡയമെൻഷൻ ഇല്ലാത്ത ഏതോ ഒരാളാണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഡയമെൻഷൻ ഇല്ലാത്തൊരു കോൺസ്റ്റൻ്റ് ആട്ടോ, ഇല്ലാതെ കോൺസ്റ്റൻ്റ് ഡയമെൻഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഡയമെൻഷൻ ഇല്ലാത്തൊരു കോൺസ്റ്റൻ്റ് ആണ് സി. അപ്പോൾ അതേപോലെ തന്നെ ഒമേഗ ടിക്ക് എന്തില്ല, ഡയമെൻഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണേ, ഒമേഗ ടിക്ക് എന്തില്ലടാ, ഒമേഗ ടിക്ക് എന്തില്ലടാ, ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഒമേഗ ടിക്ക് ഡയമെൻഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ ശ്രദ്ധിച്ച് നോക്കണേ, ഒമേഗ ടിക്ക് ഡയമെൻഷൻ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒമേഗ ടി ഡയമെൻഷൻ ഇല്ലാത്ത ഒരാളാവണമെന്നുണ്ടെങ്കിൽ, ക്ലിയർ ആവുന്നുണ്ടോ? പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ടീന് ഡയമെൻഷൻ ഉണ്ടല്ലോ, ടൈം അല്ലേ, അവൻ്റെ ഡയമെൻഷൻ എന്താ, ക്യാപിറ്റൽ ടി. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ഡയമെൻഷൻ എന്താവണം, ടി റൈസ് ടു -1 ആവണ്ടേ? മനസ്സിലായോ? കാരണം ടീന് ഡയമെൻഷൻ ഉണ്ട്, ക്യാപിറ്റൽ ടി. അങ്ങനെയാണെങ്കിൽ ഇവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഡയമെൻഷൻ ഇല്ലാത്ത ആളാവണമെങ്കിൽ ഒമേഗേൻ്റെ ഡയമെൻഷൻ എന്താവടാ, അത് മറ്റോൻ്റെ ആൻറ്റി ഫംഗ്ഷൻ ആയിരിക്കണ്ടേ, അല്ലെങ്കിൽ ആൻറ്റി ഡയമെൻഷൻ ആയിരിക്കണ്ടേ, ടി റൈസ് ടു -1 ആയിരിക്കണ്ടേ. കാരണം അങ്ങനെയല്ലേ, ടി ഇൻറ്റു ടി റൈസ് ടു -1 അല്ലടാ, അത് ടി റൈസ് ടു 1ഉം -1ഉം വരുമ്പോൾ അത് 0 ആകും. ടി റൈസ് ടു 0 അല്ലെങ്കിൽ ഏത് നമ്പർ റൈസ് ടു 0യും 1 അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ചിന്തിക്കുക. അപ്പോൾ എൻ്റെ ഡയമെൻഷൻ എന്താ, നമുക്ക് മനസ്സിലാക്കി. എൻ്റെ ഡയമെൻഷൻ കിട്ടി. എൻ്റെ ഡയമെൻഷൻ എന്താ, എല്ലാണ്. ഒമേഗേൻ്റെ ഡയമെൻഷൻ എന്താ, ടി റൈസ് ടു -1 ആണ്. ഒമേഗേൻ്റെ ഡയമെൻഷൻ ടി റൈസ് ടു -1. സി ആണെങ്കിലോ അത് ഡയമെൻഷൻ ഇല്ലാത്ത ഒരാളാണ്. ക്ലിയർ ആണോ? ഒന്നുകൂടി ഞാൻ ഒന്നുകൂടി പറയാം. കുറേ ആൾക്കാർ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യന് വർക്കൗട്ട് ചെയ്തിട്ടേ ഉണ്ടാവില്ല, കണ്ട ആൾക്കാരുണ്ടാവും. എല്ലാവരും അങ്ങനെയൊന്നും പറയുന്നില്ല. ഓക്കെ, എ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് സി എന്നാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ എൻ്റെ ഡയമെൻഷൻ ആരുടെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും, എക്സിൻ്റെ ഡയമെൻഷൻ. അത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ്റെ ഡയമെൻഷൻ എല്ലാ ഓക്കെ. അപ്പോൾ എൻ്റെ ഡയമെൻഷൻ എല്ലാ എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള ആൾക്ക് ഡയമെൻഷൻ ഉണ്ടാവില്ല. അതായത് ഒമേഗ ടിക്ക് ഡയമെൻഷൻ ഉണ്ടാവില്ല, സിന് ഡയമെൻഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ സി ഡയമെൻഷൻ ഇല്ലാത്ത ഒരാളാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഒമേഗ ടിക്കാണ് ഡയമെൻഷൻ ഇല്ല, അല്ല ഒമേഗക്ക് ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒമേഗ ടിക്ക് ഡയമെൻഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ ടീന് ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ ഒമേഗേൻ്റെ ഡയമെൻഷൻ എന്താവണം, ടീനോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു നമ്പർ കിട്ടുക, അല്ലെങ്കിൽ ഒരു ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ ഒരാൾ ടി ആണെങ്കിൽ മറ്റാൾ ആരായിരിക്കണോടാ, ടി റൈസ് ടു -1 ആയിരിക്കണ്ടേ? ക്ലിയർ ആണോ? അങ്ങനെയാണോ ഒമേഗേൻ്റെ ഡയമെൻഷൻ ടി റൈസ് ടു -1 കിട്ടിയ? ക്ലിയർ ആണോ? നല്ല ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ, റയർ ആയിട്ട് വരുന്ന നല്ല ക്വസ്റ്റ്യൻ ആണ് മക്കളെ ആ ഒരു ഭാഗം. നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കട്ടോ. ഡിറൈവിൻ്റെ ഭാഗമാണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് എഫ് ആക്ടിങ് ഓൺ എ ബോഡി ഓഫ് മാസ് എം മൂവിങ് വിത്ത് എ വെലോസിറ്റി വി ഇൻ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ, mv²/r ഈ ഡെറിവേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി യൂസ് ചെയ്തിട്ട്. ഇത് ശരിക്കും കോൺസെപ്റ്റ് ഉണ്ട്, അത് മോഷൻ പ്ലെയിൻ. ശരിക്കും ശ്രദ്ധിക്കണേ, കുറേ ഒരു പ്രാവശ്യം അങ്ങനെ രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. മോഷനെ പ്ലെയിൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ ഇത് വെച്ച് ചെയ്തു വെച്ചു, മാർക്ക് കിട്ടൂലേ. അപ്പോൾ ശ്രദ്ധിക്കണം, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ പറയൂ കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണോ അല്ലയോ എന്നുള്ള കേസൊക്കെ അവിടെ പറയും. ഓക്കെ, ദെൻ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന 7ാമത്തെ ക്വസ്റ്റ്യൻ. ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവ് ഡയമെൻഷൻ. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഡയമെൻഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഡയമെൻഷൻ ഉണ്ടോ? ഇഫ് നോ ആണെങ്കിൽ നെയിം 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഡയമെൻഷൻലെസ്. ആൻസർ നോ തന്നെയാണ്. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും ഡയമെൻഷൻ ഒന്നുമില്ല. അപ്പോൾ തിയറിയിലേക്ക് നമ്മൾ പോവുകയാണ്. ചെക്കും ഡിറൈവും അതൊക്കെ കഴിഞ്ഞ് അത് പല മോഡൽ ചെയ്തു. ഇനി നമ്മൾ തിയറി, വേറെയും റയർ കാര്യങ്ങളിലേക്കൊക്കെ പോകട്ടെ. റയർ ചെയ്തു, ചെക്കിൻ്റെ റയർ ചെയ്തു. ഇനി തിയറി ക്വസ്റ്റ്യനിൽ റയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഡയമെൻഷൻ ഒന്നുമില്ല. അപ്പോൾ ഡയമെൻഷൻ ഇല്ലാത്ത ആൾക്കാർ ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡു നോട്ട് ഹാവ് ഡയമെൻഷൻസ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറയും, നമ്മൾ പ്ലെയിൻ ആംഗിൾ, സോൾഡ് ആംഗിൾ, സ്ട്രെയിൻ പറയാം, റിലേറ്റീവ് ഡെൻസിറ്റി പറയാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയാം. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി പെർമിയബിലിറ്റി എന്നൊക്കെ പറഞ്ഞ +2 ആൾക്കാരുണ്ട്. സസെപ്റ്റിബിലിറ്റി ഒക്കെ ഉണ്ട്. ഇവനക്കൊന്നും ഡയമെൻഷൻ ഇല്ല. എല്ലാവർക്കും ഡയമെൻഷൻ ഒന്നും ഇല്ല, ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഈ എക്സാമ്പിൾസ് പഠിക്കണം. ഈ ഡയമെൻഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ദെൻ ഓക്കെ, അതിൽ സോറി അതിൽ ക്വസ്റ്റ്യൻ ഞാൻ അതിൻ്റെ പാർട്ടായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇല്ല അല്ലേ? ഓക്കെ ഇവിടെയാണ്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാ, ക്യാൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവ് ഡയമെൻഷൻസ് ബട്ട് സ്റ്റിൽ ഹാസ് നോ യൂണിറ്റ്? നോക്കി, യൂണിറ്റ് ഇല്ല എന്നിട്ട് ഡയമെൻഷൻ ഉണ്ടാകുമോ? യൂണിറ്റ് ഇല്ല. ക്വസ്റ്റ്യൻ വരുന്ന ശ്രദ്ധിക്കണം. അതാ പറഞ്ഞാൽ പല മോഡലും ഇവിടെ ആഡ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇവിടെ ഫുൾ മാർക്ക് അടിച്ചിട്ടേ നിങ്ങൾ പോവുള്ളൂ, ഫുൾ അടിച്ചിട്ടേ പോവുള്ളൂ. ക്യാൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവ് ഡയമെൻഷൻസ് ബട്ട് സ്റ്റിൽ ഹാസ് നോ യൂണിറ്റ്? യൂണിറ്റ് ഇല്ല ബട്ട് ഡയമെൻഷൻ ഉണ്ടാവും ചോദിക്കുന്നത്? ഒരിക്കലും ഇല്ല അല്ലേ. നോ. എ ക്വാണ്ടിറ്റി ഹാവിങ് ഡയമെൻഷൻ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഉണ്ടാവണമെങ്കിൽ ഷുവർലി എനിക്ക് എന്തുണ്ടാവണം? യൂണിറ്റ് ഉണ്ടാവണം. യൂണിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡയമെൻഷൻ ഉണ്ടാവും. യൂണിറ്റ് ഇല്ലേ ഡയമെൻഷൻ ഇല്ല എന്ന് ഉറപ്പിക്കാട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ എ ക്വാണ്ടിറ്റി ഹാവ് ഡിഫറൻറ്റ് ഡയമെൻഷൻസ് ഇൻ ഡിഫറൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? ഇതൊക്കെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതൊക്കെ എല്ലാം പഠിച്ചൊരു കുട്ടിയാണ് പോലും ചിലപ്പോൾ തെറ്റിയേക്കാം. ഓക്കെ, കുറേ കുട്ടികളും ഇങ്ങനത്തെ വലിയ ചെക്ക് ചെയ്യാൻ പ്രിൻസിപ്പൾ ഫോം വെച്ചിട്ട് ഡെഫിനിഷൻ മാത്രം പഠിച്ചിട്ട് പോയാൽ കുട്ടി സമ്മതിച്ച് നോക്കി നിങ്ങൾ. അതാ പറഞ്ഞാൽ ഇങ്ങനത്തെ എന്ത് റയർ ഉണ്ടോ അത് ഇവിടെ ഉണ്ടാവും, ഈ ചാനലിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡിഫറൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റിൽ ഡിഫറൻറ്റ് ഡയമെൻഷൻ ആയിരിക്കും ഉണ്ടാവുക? ഒരിക്കലും ഇല്ല. എല്ലാ സിസ്റ്റം ഓഫ് യൂണിറ്റിലും അവൻ്റെ ഡയമെൻഷൻ എന്താണ്? സെയിം ആണ് കേട്ടോ. നോ, എ ക്വാണ്ടിറ്റി ഹാസ് സെയിം ഡയമെൻഷൻസ് ഇൻ ഓൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. ക്ലിയർ ആണോ? അതാണ് ആ ഒരു മോഡൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് പോവുകയാണ്. ക്യാൻ എ ക്വാണ്ടിറ്റി ഹാവ് യൂണിറ്റ്സ് ബട്ട് സ്റ്റിൽ ബി ഡയമെൻഷൻ? വേറെ നോക്കിയേ, തൊട്ടുമ്പോൾ എന്താ വെച്ചാൽ യൂണിറ്റ് ഇല്ലേ ഡയമെൻഷൻ ഉണ്ടാവുമോ? യൂണിറ്റ് ഇല്ലെങ്കിൽ ഡയമെൻഷൻ ഉണ്ടാവില്ല. ഇവിടെ എന്താ ചോദിക്കുന്നത്? യൂണിറ്റ് ഉണ്ട് ഡാ, ഹാവ് യൂണിറ്റ്സ് ബട്ട് സ്റ്റിൽ ബി ഡയമെൻഷൻലെസ്. യൂണിറ്റ് ഉണ്ട് എന്നിട്ടും ഒരു ഡയമെൻഷൻ ഇല്ലാത്ത ഒരാൾ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ ഭൂലോകത്ത് ഉണ്ടാവുക? ഉണ്ടല്ലേ, ഉണ്ട്. യൂണിറ്റ് ഉണ്ട്. എ പ്ലെയിൻ ആംഗിൾ ഹാസ് നോ ഡയമെൻഷൻ. പ്ലെയിൻ ആംഗിളിന് എന്തുണ്ട്? യൂണിറ്റ് ഉണ്ടല്ലോ, റേഡിയൻ. ബട്ട് ഹാസ് യൂണിറ്റ് റേഡിയൻ ഫോർ ഇറ്റ്സ് മെഷർമെൻറ്റ്. യൂണിറ്റ് ഉണ്ട് റേഡിയൻ, പക്ഷെ ഓനിക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. നമ്മൾ സോൾഡ് ആംഗിൾ ആണെങ്കിലോ ഓനിക്ക് യൂണിറ്റ് ഉണ്ട്. എന്ത് യൂണിറ്റ് ഉണ്ട്? നമ്മൾ റേഡിയൻ യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഓനിക്ക് എന്തില്ല? ഡയമെൻഷൻ. അപ്പോൾ യൂണിറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും ഡയമെൻഷൻ ഉണ്ടാകുന്ന നിർബന്ധമൊന്നുമില്ല, പക്ഷേ യൂണിറ്റ് ഇല്ലെങ്കിൽ ഡയമെൻഷൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇവനിക്ക് യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ലാത്ത ആൾക്കാരെ ചോദിച്ചാൽ ഷുവർലി ഉണ്ട്. എക്സാമ്പിൾ പഠിച്ചു വെക്കണം. അതാണ് നമ്മളെ പ്ലെയിൻ ആംഗിളും സോൾഡ് ആംഗിളും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ യൂണിറ്റ് ലെസ് ഡയമെൻഷൻ ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതിൻ്റെ മറ്റൊരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, സ്ട്രെയിൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് ഡെൻസിറ്റി, സസെപ്റ്റിബിലിറ്റി, റിലേറ്റീവ് പെർമിയബിലിറ്റി ഒക്കെ പറയാം. ഓക്കെ, അത് നോക്കണ്ടേ, നിങ്ങൾ ഏതെങ്കിലും രണ്ടും പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ യൂണിറ്റും ഡയമെൻഷൻ ഇല്ലാത്ത ആൾക്കാരാണ് സ്ട്രെയിൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഏതെങ്കിലും രണ്ടൊന്നും പഠിച്ച് നോക്കുക. നെക്സ്റ്റ് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ് പേയേഴ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷൻസ്. അത് അടുത്തൊരു മോഡൽ, അത് പ്രീവിയസ് ഓഡ് വണ്ണിൽ ചോദിക്കാറുണ്ട്. പേയേഴ്സ് തരും, 4 ഓപ്ഷൻസും ഉണ്ടാകും. ഈ പേയേഴ്സ് എന്നിട്ട് ഒരുത്തൻ ഓഡ് വണ്ണായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്യുക, അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് നോക്കിയേ, പേയേഴ്സ് സെയിം ഡയമെൻഷനുള്ള പേയേഴ്സ് ഏതൊക്കെ? ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, എല്ലാണ് ഡയമെൻഷൻ. സ്പീഡ്, വെലോസിറ്റി അവർ കട്ട ചങ്കുകളാണ്, LT-1. ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി കപ്പിൾസ് ആണ്, T⁻⁻1. മൊമെൻറ്റം ആൻഡ് ഇമ്പൾസ് അതിനേക്കാൾ വലിയ കപ്പിൾസ് ആണ് അവർ, MLT-1. പിന്നെയോ വർക്ക്, എനർജി, ടോർക്ക് നോക്കിയേ, 3 ആൾക്കാർ കേട്ടോ, 3 ആൾക്കാരുണ്ട്. അവർ ML² T⁻². പ്രഷർ, സ്ട്രെസ്സ് ചങ്കുകളാ, ML-1 T-2. അപ്പോൾ ഇവർക്കൊക്കെ ഞാനിപ്പോൾ തന്ന ആൾക്കാർക്കൊക്കെ എന്താണ്? സെയിം ഡയമെൻഷൻസ് വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്, ചങ്കുകളാണ്. അപ്പോൾ ഇതും പഠിച്ചു നോക്കണം. ഓട് 1 ചോദിക്കാം. ഇതിൽ എപ്പോഴും തരാം നമ്മൾ ഈ ആംഗുലാർ ഫ്രീക്വൻസി, ഈ സംഭവമില്ല, കുറേ ആൾ നോക്കൂല. ആംഗുലാർ ഫ്രീക്വൻസി അല്ല, ഫ്രീക്വൻസിയും ആംഗുലാർ വെലോസിറ്റിയും നോക്കൂല. അങ്ങനത്തെ ചിലതൊക്കെ നോക്കാതെ പോകും. അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ മക്കളെ. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസാണ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. നോക്കി ഇത് നിങ്ങൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തരില്ല. ഓക്കെ, കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട്. റൈറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ ഫോളോയിങ്. താഴെ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട്, ഇവരുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നിങ്ങൾ കമൻറ്റിലായിട്ട് അറിയിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് എനിക്ക് കാണണം, നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് എത്തിക്കട്ടോ, കാരണം അങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ നല്ല മൂഡായിരിക്കും. ഓക്കെ, കാരണം നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഷുവർലി ഉണ്ടാവും, ഒരു ഡൗട്ടും ഇല്ല. എക്സാമിന് ക്വസ്റ്റ്യൻ എഴുതുക ഉറപ്പാണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയോ, നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ വന്ന് കണ്ടോ. ഡിലീറ്റ് ടോപ്പിക്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഞാൻ നോട്ട്സ് ചെയ്യുമ്പോൾ അതിൽ ഡിലീറ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഡിലീറ്റ് ഒഴിവാക്കിയിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഈ നോട്ട് മതിയെങ്കിൽ ഓക്കെ, ഇത് മതിയെങ്കിൽ ഓക്കെ, ഇതിൽ ഡിലീറ്റ് ഇല്ല. ഓക്കെ ആണോ? അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് അറിയിക്കുക. അത് ബാക്കി ഒരാളും കൂടി ഉണ്ട് കേട്ടോ, ഒരാൾ ഇല്ലേ? ഒരാളും കൂടി ആ ക്വസ്റ്റ്യൻസ് നോക്കിട്ടോ. ഇനി ചെക്ക് വെദർ ആണ്. ഓക്കെ, ചെക്ക് വെദർ ദ ഫോളോയിങ് ഇക്വേഷൻസ് ആർ കറക്റ്റ് ഓർ നോട്ട്. താഴെ കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, ഇത് കറക്റ്റ് ആണോ എല്ലാം നോക്കണേ. ഇതാണ് നിങ്ങൾക്കുള്ള ഇക്വേഷൻസ്. ഒന്നാമത്തെ ഇക്വേഷൻ P = FV + AV³ D ആണ്, അല്ലെങ്കിൽ റോ ആയിട്ട് വരും. റോ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതിന് D ആക്കിയതാണ്. അതിൽ ശ്രദ്ധിക്കണേ, P എന്ന് പറഞ്ഞ ആൾ പവറാണ്, F ഫോഴ്സ് ആണ്, V വെലോസിറ്റി ആണ്, A ഏരിയ ആണ് മക്കളെ. V വെലോസിറ്റി, റോ ഡെൻസിറ്റി അല്ലെങ്കിൽ D ഡെൻസിറ്റി ആണ് കേട്ടോ. രണ്ടാമത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. E = MC നമ്മൾ
നേരത്തെ നോക്കി. ഓക്കെ, ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എക്സാമ്പിളിൽ വന്നു. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് പബ്ലിക് എക്സാം, ഈ അടുത്തുള്ള പബ്ലിക് എക്സാം, അടുത്തുള്ള എക്സാമിനാണ്. അത് റൂട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി സ്റ്റോക്കിയാണ്. V √G/m/r². ഈ ഇക്വേഷൻ കറക്റ്റ് ആണല്ലോ? ശരിക്കും പറഞ്ഞാൽ വിൻ്റെ ഇക്വേഷൻ നിങ്ങൾ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവും. ഓർബിറ്റൽ വെലോസിറ്റി അല്ലേ ഗ്രാവിറ്റേഷൻ. ഇപ്പോൾ V വെലോസിറ്റി ഓർ ഓർബിറ്റൽ വെലോസിറ്റി, ക്യാപിറ്റൽ G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. അവരുടെ ഡയമെൻഷൻ ഒക്കെ മസ്റ്റ് ആണ് കേട്ടോ. ക്യാപിറ്റൽ M മാസ് ഓഫ് എർത്ത്, അല്ലെങ്കിൽ മാസ് എന്ന് പറഞ്ഞാൽ മതി, ബട്ട് മാസ് ഓഫ് എർത്ത് തന്നെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഗ്രാവിറ്റേഷനും കിട്ടിയില്ല. ഓരോ ടേംസ് നമ്മൾ എഴുതി കൊടുക്കേണ്ടതല്ല ഇക്വേഷൻ, അല്ലെങ്കിൽ മാർക്കൊക്കെ പോവേ. ക്യാപിറ്റൽ R റേഡിയസ് ഓഫ് എർത്ത്. നിങ്ങൾ ഈ ചാനൽ കണ്ട് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മോട്ടിവേഷൻ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, വീഡിയോൻ്റെ ഇടയിലായിട്ട് പറയും. നെക്സ്റ്റ് വൺ V = U+AT. അതിൽ V ആരാ? ഫൈനൽ വെലോസിറ്റി. U ആരാ? ഇനീഷ്യൽ വെലോസിറ്റി. A ആരാ? ആക്സിലറേഷൻ. ആൻഡ് T ആരാ? ടൈം. ഓക്കെ ആണോ? അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ക്ലിയർ ആണോ മക്കളെ? ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗമായിട്ടുണ്ട് എവിടെ നിന്ന് വരും എന്നുള്ള കേസ് കൂടി ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഇയർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാർസെക്കൻഡ് എന്ന് വന്നോട്ടെ. ആ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടോ? അതാണ് ഞാൻ നോക്കിയത്. F = G/m/r². ഗ്രാവിറ്റേഷൻ, നമ്മൾ ഈ ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇല്ലേ, അതന്നെ. F ഫോഴ്സ് ആണ്, ക്യാപിറ്റൽ G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, ക്യാപിറ്റൽ M സ്മോൾ m മാസ് തന്നെയാണ്, ക്യാപിറ്റൽ R റേഡിയസ് ഓഫ് എർത്ത് ആണ് കേട്ടോ ആ ഒരു കേസ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം ഈ ക്വസ്റ്റ്യൻസ്. പിന്നെ നിങ്ങൾക്ക് എന്തിനാ കുറച്ചും കൂടി ടഫാണ്, ഒരു ഡാറ്റ കൂടി ഞാൻ തന്നിട്ട് അവസാനിപ്പിക്കാൻ വിചാരിച്ചിട്ടാണ്. ഓക്കെ, അഡീഷണൽ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ നോട്ടിലെ കുട്ടികൾ കൊടുക്കുന്നതാണ്. ഈ സെൻറ്റി എത്രയാണ്? സെൻറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു കേസ്? ഒറ്റ മിനിറ്റ് മക്കളെ, ഒറ്റ മിനിറ്റോ. ഓക്കെ, സെൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അതുപോലെ തന്നെ മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാടാ യെല്ലോ എവിടെ? ഓക്കെ, സെൻറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? മില്ലി എത്രയാണ്? മൈക്രോ എത്രയാണ്? നാനോ എത്രയാണ്? ഇത് 1 വേർഡിൽ വരാം. ഇതുപോലെ തന്നെ ആങ്സ്ട്രം. നമ്മൾ ആങ്സ്ട്രം പ്രീവിയസ് ആണ് 10⁻⁻10. അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണേ. പിന്നെ ദെൻ നെക്സ്റ്റ് ഇതാ താഴെ ഇതൊന്ന് കഴിയാം. നോർമലി അവർ അത്ര ടഫ് ആണെങ്കിൽ ഞാനവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഡയറക്റ്റ് മെത്തേഡ്സ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് മെഷർ ചെയ്യാനുള്ള ഡയറക്റ്റ് മെത്തേഡ്സിൽ വരുന്നത്. മീറ്റർ സ്കെയിൽ ആകുമ്പോൾ ഡയറക്റ്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മീറ്റർ സ്കെയിൽ. വെർണിയർ കാലിപ്പേഴ്സ്, സ്ക്രൂ. ഇതിപ്പോൾ ഡിലീറ്റ് സെഷനിൽ കണക്ഷൻ പോകുന്നതിന് എനിക്ക് നല്ലോണം അറിയാം മക്കളെ. എങ്കിലും നോക്കണം എന്നാണ് പറയുന്നത്. ബുദ്ധിമുട്ടില്ലാത്തൊരു നോക്കുക. ബുദ്ധിമുട്ടാണ് ഒഴിവാക്കിക്കോ, ഞാൻ ഫോഴ്സ് ചെയ്യില്ല. അപ്പോൾ ഇവരുടെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുക. നല്ല ടഫാണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് മീറ്റർ സ്കെയിൽ, നമ്മൾ സാധാരണ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്താ? 0.1. അതായത് ആ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് വാല്യൂ അതാണ്. ഇനി നമ്മൾ വെർണിയർ കാലിപ്പേഴ്സ് 0.01 സെൻറ്റിമീറ്റർ ആണ്. വെർണിയർ കാലിപ്പറിനെ കുറിച്ചൊന്നും ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. അത് ഡയറക്റ്റ് നമുക്ക് ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. അടുത്ത ഈ ഒരു +2 എടുത്തും അക്കാദമിക് ലാബിൽ ചെയ്യേണ്ട ഒരു ഡിവൈസാണ് കേട്ടോ വെർണിയർ കാലിപ്പേഴ്സ്. സ്ക്രൂ നമ്മൾ സിലിണ്ടറിൻ്റെയും സ്ഫിയറിലൊക്കെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ദെൻ സ്ക്രൂ ഗേജിൻ്റെ എന്ത് ചെയ്യണം? ലീസ്റ്റ് കൗണ്ട് 0.001 സെൻറ്റിമീറ്റർ. ഇത് പ്രീവിയസ് ആയിട്ട് കോൺസെപ്റ്റുകളുണ്ട്. ഇപ്പോൾ ഡിലീറ്റ് കണക്ഷൻ പോകുന്നുണ്ടെങ്കിലും ഫുൾ മാർക്ക് വേണ്ട മക്കളാണെങ്കിൽ നിങ്ങൾ നോക്കി വെക്കുന്നതിനെ പറയുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് സമ്മേഷൻ മീൻസ് ഞാൻ പറഞ്ഞില്ല, നോർമലി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പൾ ഓഫ് ഹോമോജീൻ്റെ എല്ലാവരും പറയും, എല്ലാ ചാനലും പറയും പ്രിൻസിപ്പൾ ഓഫ് ഹോമോജീൻ്റെ അതിൽ ചെക്ക് ചെയ്യ്. ഞാനത് മാത്രമല്ല പറയാം, ഇത് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി. അതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, ലിമിറ്റേഷൻസ്, അതിൽ റെയർ ക്വസ്റ്റ്യൻസ്. ഈ വീഡിയോ കണ്ടോ ഉറപ്പാണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഒരു ടീമായിട്ട് മുമ്പോട്ട് പോയിട്ട് ഷുവർലി ഫുള്ളിൽ കുറഞ്ഞൊന്നും കിട്ടില്ല. ചെറിയ സമയം കൊണ്ട് ഫുൾ മാർക്ക് കിട്ടും. അതാണ് നമ്മൾ എയിം. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. 7 അറിഞ്ഞിരിക്കുക. അവരുടെ യൂണിറ്റ്, അതുപോലെ സപ്ലിമെൻ്ററി അറിഞ്ഞിരിക്കുക. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അറിഞ്ഞിരിക്കുക. ഫിനിഷ് ഇത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അവിടെ വന്ന് റെയർ വരുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞ ലൈറ്റ് ഇയർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാർ സെക്കൻഡ്. ഇപ്പം പറഞ്ഞിരിക്കുന്ന കുറച്ച് പവേഴ്സ്, എക്സ്പോണൻസ്, മില്ലി, മൈക്രോ, ആങ്സ്ട്രോം, ഫെംറ്റോ, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സ്ക്രൂ ഗേജ് ഇവരുടെയൊക്കെ ആ ലീസ്റ്റ് കൗണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ടഫ് ആണെങ്കിൽ മാത്രമേ വരുള്ളൂ. ഓക്കെ ആണോ മക്കളെ? ഇത്രയാണ് യൂണിറ്റ് മെഷർമെൻറ്റ്സ്. ഇത്രയും സ്പീഡ് പറഞ്ഞ് ലെങ്ത് ആയിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് ചാപ്റ്റർ ഫുള്ള് കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർ ആണ്? നിങ്ങൾ സജഷൻസ് അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, കമൻറ്റായിട്ട് നിങ്ങൾ ആൻസേഴ്സ് അറിയിക്കട്ടോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഷുവർലി ഞാൻ അടുത്ത വീഡിയോ ഇതുപോലെ എന്ത് റെയർ വന്നു കഴിഞ്ഞാലും എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ലോക്കാക്കി തരാം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണാം കേട്ടോ. നിങ്ങൾ സജഷൻസ് എന്തായാലും അറിയിക്കും മക്കളെ. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.